സുപ്രധാന നിരീക്ഷണങ്ങളാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് SITക്ക് അനുമതി നൽകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിഷ്ണു? രണ്ടാം തവണയാണ് SIT രൂപീകരിച്ച ശേഷം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുന്നത്. ആദ്യ തവണ പരിഗണിച്ച് അതിന്റെ ഉത്തരവ് പുറത്തുവന്ന ഘട്ടത്തിൽ തന്നെ അതിരൂക്ഷ വിമർശനങ്ങൾ ദേവസ്വം ബോർഡിനെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പരിഗണിക്കുമ്പോഴും ഓപ്പൺ കോർട്ടിൽ പരിഗണിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ അടച്ചിട്ട മുറിയിലായിരുന്നു വാദമെങ്കിൽ ഇപ്പോൾ കോടതി ഓപ്പൺ കോർട്ടിലാണ് വിധി പറഞ്ഞത്. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. അതൊന്ന്, 2020 അതായത് നിലവിൽ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. അതിൽ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കോടതി വിമർശനം ഉന്നയിക്കുന്നത്. 2025 ജൂലൈ വരെയുള്ള മിനിറ്റ്സ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളി സ്വർണം പൂശാൻ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മനഃപൂർവ്വമാണോ എന്നൊരു സംശയം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. അസാധാരണമായ ഒരു സാഹചര്യം കെട്ടിച്ചമച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പൂശാനുള്ള അനുമതി നൽകിയതെന്ന് കോടതി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി എന്ന് പറയുന്നു. ഈ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയ പരിശോധന വേണമെന്നൊരു ആവശ്യം SIT മുന്നോട്ട് വെച്ചു. അതിൽ പരിശോധനയാകാം എന്ന അനുമതി കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കോടതി പ്രകടിപ്പിച്ച ചില സംശയങ്ങളാണ്. രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷന് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവലംബിച്ചതെന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തെത്തുന്നു, അതിനുശേഷം വാതിലിൻ്റെയും കട്ടിൽ പടിയുടെയും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെയും ഒക്കെ പകർപ്പ് അവിടെ നിന്ന് സ്വന്തമാക്കുന്നു. ആ പകർപ്പ് ഉപയോഗിച്ച മറ്റൊരു റെപ്ലിക്ക ഉണ്ടാക്കി അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിൽക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന ഒരു ഗുരുതരമായ സംശയം കോടതി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് ഉപമിച്ചത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ വിഗ്രഹ കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂറിനോടാണ്. അത്തരത്തിലൊരു അന്വേഷണം കൂടി വേണം എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ നിശ്ചിതമായ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയതാണ് കോടതിയുടെ നടപടി. 3 ആഴ്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കും. ഓരോ തവണ ഈ റിപ്പോർട്ട് പരിഗണിക്കുമ്പോഴും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, കോടതിയെ പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിക്കുന്നത്. അതിന്മേൽ കോടതി നടത്തുന്ന പരാമർശങ്ങൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. 3 ആഴ്ചയ്ക്ക് ശേഷം ഇനി എന്ത് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഉന്മേഷം, പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതി SITയുടെ അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.